കേരളത്തിലെ ഒരു വാർത്താ ചാനലിന്റെ ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടവുമായി സുജയ പാർവതി. നിലവിൽ കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും തലപ്പത്തുള്ളത് പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ സുജയയുടെ ഈ നേട്ടം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തുടക്കം കുറിക്കുന്ന ബിഗ് ടിവിയിലേക്കാണ് സുജയയുടെ എൻട്രി. ഇതോടെ റിപ്പോർട്ടർ ടിവി തൃശങ്കുവിലാകുകയാണ്. മലയാള ടെലിവിഷൻ വാർത്താ ചാനലുകൾ തമ്മിൽ കടുത്ത മത്സരം അരങ്ങേറുന്നതിനിടയിലാണ് ബിഗ് ടിവിയുടെ കടന്നുവരവ്. മലയാള ടെലിവിഷൻ രംഗത്ത് റേറ്റിംഗിന് വേണ്ടി ചാനലുകൾ അക്ഷരാർത്ഥത്തിൽ കടുത്ത മത്സരമാണ് നടത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമനായി മുന്നേറുമ്പോൾ ഒപ്പമെത്താനുള്ള പോരാട്ടത്തിലാണ് റിപ്പോർട്ടർ ടിവിയും 24 ന്യൂസും മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും അടക്കമുള്ള ചാനലുകൾ. ഇതിനിടെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അനിൽ ഐരൂരിന്റെ നേതൃത്വത്തിലുള്ള ബിഗ് ടിവിയാണ് വമ്പൻ ലോഞ്ചിന് ഒരുങ്ങുന്നത്. രാജ്യത്തെ പ്രമുഖ മീഡിയ ശൃംഖലകളിൽ ഒന്നായ ബിഗ് ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ബിഗ് ടിവി. നിലവിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി തെലുങ്കിലാണ് ബിഗ് ടിവി സജീവമായിട്ടുള്ളത്. തമിഴിലും ബിഗ് ടിവി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വാർത്താ ചാനലുകളിൽ തിളങ്ങി നിൽക്കുന്ന നിരവധി പ്രമുഖ മാധ്യമ പ്രവർത്തകരെ തങ്ങൾക്കൊപ്പം ചേർക്കുകയാണ് ബിഗ് ടിവി. അക്കൂട്ടത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അവതാരകരും റിപ്പോർട്ടർമാരുമുണ്ട്. വൻ പാക്കേജിലാണ് പ്രമുഖ ചാനലുകൾ വിട്ട് സ്റ്റാർ അവതാരകർ ബിഗ് ടിവിയിലേക്ക് എത്തുന്നത്. മാത്രമല്ല നിരവധി പുതുമുഖങ്ങളും ബിഗ് ടിവിയുടെ മുഖമായി എത്തുമെന്നാണ് വിവരം. പ്രമുഖ മാധ്യമ പ്രവർത്തകയായ സുജയ പാർവതി റിപ്പോർട്ടർ ടിവിയിൽ നിന്നും രാജിവെച്ച് ബിഗ് ടിവിക്കൊപ്പം ചേരുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരം. റിപ്പോർട്ടർ ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ പദവിയിലായിരുന്നു സുജയ പാർവതി. കഴിഞ്ഞ ഒരാഴ്ചയായി സുജയ അവധിയിലായിരുന്നു. രാജിക്ക് മുൻപുള്ള കൂളിംഗ് പീരീഡ് എന്ന നിലയിലാണ് സുജയ അവധിയിൽ പ്രവേശിച്ചത് എന്നാണ് അവരുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. 2023 മുതൽ റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമായിരുന്നു അവർ. നേരത്തെ 24 ന്യൂസ് ചാനലിൽ നിന്നും രാജിവെച്ച ശേഷമാണ് റിപ്പോർട്ടറിലേക്ക് എത്തുന്നത്. നേരത്തെ 2023 BMS പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ 24 ന്യൂസിൽ നിന്നും പ്രതികാര നടപടികൾ സുജയ പാർവതിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ട്. BJPയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ BMSന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും BMS ആദരിക്കപ്പെടേണ്ട സംഘടനയാണ് എന്നും മോദിയുടെ ഭരണ നേട്ടങ്ങൾ അവഗണിക്കാനാകില്ല എന്നും സുജയ വേദിയിൽ പറഞ്ഞിരുന്നു. മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ സംഘപരിവാർ സമ്മർദ്ദമേറിയപ്പോഴാണ് മാർച്ച് 29-ന് സുജയയുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. സസ്പെൻഷൻ കഴിഞ്ഞ് ഓഫീസിൽ പ്രവേശിക്കാനെത്തിയ സുജയയ്ക്ക് RSS സ്വീകരണവും നൽകിയിരുന്നു. തിരികെ ജോലിയിൽ പ്രവേശിച്ച് ചാനലിൽ വാർത്ത വായിച്ചതിന് ശേഷമാണ് സുജയ 24-ൽ നിന്നും രാജിവെച്ചതും റിപ്പോർട്ടറിൽ ജോലിക്ക് പ്രവേശിച്ചതും. റിപ്പോർട്ടർ ടിവിയെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മാധ്യമ പ്രവർത്തകയാണ് സുജയ. സുജയ രാജിവെച്ചിറങ്ങുന്നത് റിപ്പോർട്ടർ ടിവിയെ സാരമായി ബാധിക്കും. റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗിൽ വലിയ പങ്ക് വഹിച്ച സുജയയുടെ പടിയിറക്കം ചാനലിനെ സംബന്ധിച്ച് വലിയ ആഘാതം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ അരുൺകുമാറും സുജയയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ചാനലിനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ സഹായിച്ചിരുന്നു. ചാനലിൽ സുജയ സ്വീകരിച്ച BJP അനുകൂല നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. നികേഷ് കുമാറിന് പിന്നാലെ ഉണ്ണി ബാലകൃഷ്ണനും പോയതോടെ സുജയ പാർവതിയുടെ മികവിലാണ് മീറ്റ് എഡിറ്റർ ഷോ നിലനിന്നത്. ഡോക്ടർ അരുൺകുമാറും അധികകാലം അവിടെ തുടരാൻ സാധ്യതയില്ല എന്നാണ് സൂചന. കേരളത്തിലെ ഒരു വാർത്താ ചാനലിന്റെ ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടവുമായി സുജയ ബിഗ് ടിവിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘാതമേൽക്കുന്നത് അരുൺകുമാറിന് തന്നെയായിരിക്കും. ബിഗ് ടിവിയുടെ വരവോടുകൂടി മലയാളം വാർത്താ ചാനൽ രംഗത്ത് കൂടുമാറ്റം ശക്തമായിരിക്കുകയാണ്. ബിഗ് ടിവിയുടെ വരവ് റിപ്പോർട്ടറിനെ തന്നെയായിരിക്കും ഏറ്റവും അധികം ബാധിക്കുക എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് 24 ന്യൂസ് ചാനലാണ്. ആകെ എത്ര പേർ രാജിവെച്ചെന്നോ ഇനി എത്ര പേർ രാജിവെക്കുമെന്നോ ഒരു കണക്കുമില്ലാത്ത അവസ്ഥയിലാണ് 24. ഒരു ഡസനിലേറെ മാധ്യമപ്രവർത്തകർ ഇതിനോടകം തന്നെ 24 വിട്ടുകഴിഞ്ഞു. ഇനിയും കൂടുതൽ പേർ രാജിവെക്കാനുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഡെസ്കിലും ബ്യൂറോയിലും ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ബിഗ് ടിവിയും റിപ്പോർട്ടർ ടിവിയും കൊത്തിക്കൊണ്ടു പോകുമ്പോൾ ആളില്ലാ കൂടാരമായി മാറിയിരിക്കുകയാണ് 24. ഒരു ഡസനിലേറെ ജേർണലിസ്റ്റുകൾ ഇതിനോടകം തന്നെ 24 വിട്ടു. ഇനിയും കൂടുതൽ പേർ രാജിവെച്ചേക്കും. തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും 3-4 പേർ രാജിവെച്ചിട്ടുമുണ്ട്. 24 വിടുന്നവരേറെയും സ്ഥാപനത്തിന്റെ ചില വൈരികളായ റിപ്പോർട്ടറിലേക്ക് പോകുന്നു എന്നതും 24 മാനേജ്മെന്റിനെ വിഷമിപ്പിക്കുന്നു. മാധ്യമ പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെക്കാൻ തുടങ്ങിയതോടെ അവശേഷിക്കുന്ന ജീവനക്കാർ കൂടി കടുത്ത ആശങ്കയിലാണ്. സുജയ പാർവതി മാത്രമല്ല, റിപ്പോർട്ടർ ടിവിയിലെ 19ഓളം പ്രമുഖർ ബിഗ് ടിവിയിലേക്ക് മാറിയിട്ടുണ്ട്. റിപ്പോർട്ടർമാരും ഡെസ്കിലുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു. ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, റിപ്പോർട്ടർ ടിവി തുടങ്ങിയ ചാനലുകളിൽ സാങ്കേതികവും ഭരണപരവുമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അനിൽ ഐരൂറാണ് ബിഗ് ടിവിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തോടൊപ്പം വേണു ബാലകൃഷ്ണൻ ന്യൂസ് ഡയറക്ടറായും ജോഷി കുര്യൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായും ബിഗ് ടിവിയിൽ ഉണ്ടാകും. അപർണ കുറുപ്പ്, ലക്ഷ്മി പത്മ, ആര്യ തുടങ്ങി പ്രമുഖരായ പല അവതാരകരും ഈ പുതിയ സംരംഭത്തിന്റെ ഭാഗമാകുന്നുവെന്നാണ് വിവരം. ന്യൂസ് മലയാളം 24ന്റെ ഭാഗമായിരുന്നു ലക്ഷ്മി പത്മ. ന്യൂസ് 18 കേരളം വിട്ടാണ് അപർണ കുറുപ്പ് ബിഗ് ടിവിയുടെ ഭാഗമാകുന്നത്. റിപ്പോർട്ടർ ടിവിയിൽ നിന്നും ഏതാണ്ട് 15ഓളം പേരാണ് ബിഗ് ടിവിയിലേക്ക് പോകുന്നത്. മീഡിയ വൺ ചാനലിലെ മുൻനിര അവതാരകനായ അജിൻസും ബിഗ് ടിവിയുടെ ഭാഗമായേക്കുമെന്നാണ് സൂചന. ചാനൽ ചർച്ചകളിലൂടെയും ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അജിൻസ്.